തമിഴകത്തിന്റെ മലയാളത്തിന്റെ ഇളയ ദളപതി വിജയ്ക്ക് ഇന്ന് 50 വയസ്സ് പൂർത്തിയായിരിക്കുന്നു. തമിഴകത്ത് ഇളയ ദളപതിയാണെങ്കിലും മലയാളത്തിൽ ഏറെ ആരാധകരുള്ള താരമാണ് വിജയ്. ഒരു അഭിനേതാവ് എന്നതിലുപരി ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ന് നടൻ വിജയ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി നടൻ വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. കള്ളയെക്കുറിച്ച് വിഷ മദ്യ ദുരന്തം സംഭവിച്ചതിനാൽ ഇന്ന് ആഘോഷ പരിപാടികളൊന്നും വേണ്ട എന്നാണ് വിജയുടെ തീരുമാനം. അത് തന്നെ പിന്തുടരുകയാണ് തമിഴകത്തെ ആരാധകരും. എന്നാൽ ഇന്നത്തെ പിറന്നാൾ, ഈ 50 വയസ്സ് തികയുന്നത് വിജയ്ക്ക് നിർണായകമാണ് എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തമിഴക വെട്രിക്കഴകം അഥവാ TVK എന്ന പാർട്ടി വിജയ് പ്രഖ്യാപിച്ചത്. ഇപ്പോൾ അഭിനയിക്കുന്ന വെങ്കട് പ്രഭു ചിത്രം ദ ഗോട്ടിന് ശേഷം ഒരു ചിത്രവും കൂടി ചെയ്ത ശേഷം പൂർണ്ണമായും താൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങും എന്നാണ് നടൻ വിജയ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനകം 1/2 കോടിയോളം പേർ വിജയുടെ പാർട്ടിയിൽ ഓൺലൈൻ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. 2023 തമിഴകത്തെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് അവരെ ചെന്നൈയിൽ എത്തിച്ച് നടൻ വിജയ് അനുമോദിച്ചിരുന്നു. ഇതിനു പുറമെ അന്നത്തെ പ്രസംഗത്തിൽ പണം വാങ്ങി വോട്ട് ചെയ്യരുത് എന്നടക്കം പറഞ്ഞത് വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. CAA NRCക്കെതിരെ പത്രപ്രസ്താവന ഇറക്കിയ വിജയ് തമിഴ്നാട്ടിലെ വെള്ളപ്പൊക്ക ദുരിത മേഖലകളിൽ നേരിട്ടെത്തി ദുരിതാശ്വാസം വിതരണം ചെയ്തതും അന്ന് വലിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ജന്മദിനത്തിനിറക്കിയ ലിയോ എന്ന തന്റെ ചിത്രത്തിലെ ഗാനത്തിലും ചില രാഷ്ട്രീയ സൂചനകൾ വിജയ് നൽകിയത് ശ്രദ്ധേയമായിരുന്നു. തമിഴകത്തെ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴി ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ തേടുകയാണ് വിജയ് എന്ന് പറയാം. TVK എന്നതിന്റെ പൂർണ്ണരൂപം തമിഴക വെട്രിക്കഴകം എന്നാണെങ്കിലും അത് ശരിക്കും ദളപതി വിജയ് കഴകം ആണെന്നാണ് സംസാരം. MG രാമചന്ദ്രൻ തമിഴക മുഖ്യമന്ത്രിയായി വളർന്ന രാഷ്ട്രീയ വഴി തമിഴകത്തെ ഏറ്റവും സ്റ്റാർ വാല്യൂ ഉള്ള തനിക്കും ലഭിക്കുമെന്നാണ് വിജയുടെ പ്രതീക്ഷ. തമിഴ് സിനിമാ ലോകം ഏതാണ്ട് ഭരണകക്ഷിയായ DMKയുടെ നിയന്ത്രണത്തിലാണ്. ഉദയനിധി സ്റ്റാലിൻ സ്ഥാപിച്ച റെഡ് ജയന്റ് മൂവീസ് ആണ് തമിഴകത്തെ സിനിമാ മാർക്കറ്റിലെ മൂവരും കരുത്തരും. ഈ ആധിപത്യം തുടരും എന്ന് സിനിമാ ലോകത്തിന് 100% ഉറപ്പുമാണ്. തമിഴകത്തെ രാഷ്ട്രീയക്കാരായ സിനിമാക്കാരിൽ മക്കൾ മയ്യം കക്ഷിയുണ്ടാക്കിയ നടൻ കമലഹാസൻ ഇത്തവണ DMK മുന്നണിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്തത്. പലയിടത്തും കമൽ DMK പ്രചാരണത്തിനായി ഇറങ്ങുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയം നേടി DMK മുന്നണി. പ്രതിപക്ഷം ഉയർത്തിയ വെല്ലുവിളിയെ മറികടന്ന് DMK മുന്നണി തമിഴ്നാട്ടിലെ 39 സീറ്റും തൂത്തുവാരി. MKയുടെ വിജയം ശരിക്കും ആശങ്കയുണ്ടാക്കുന്നത് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുന്ന വിജയ് തന്നെയായിരിക്കും എന്നാണ് തമിഴ് രാഷ്ട്രീയ വൃത്തങ്ങളൊക്കെ പറയുന്നത്. ലോക്സഭയിലെ DMK മുന്നണിയുടെ വിജയം വെച്ച് നോക്കിയാൽ വിജയ് കരുതും പോലെ പുതിയ പാർട്ടിയുമായി നിയമസഭയിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാൻ ഇറങ്ങിയാൽ വിജയുടെ പാർട്ടിയുടെ പ്രകടനം പരിതാപകരമായിരിക്കും. അതിനാൽ ഏതെങ്കിലും മുന്നണി ആശ്രയിക്കുക എന്നതാണ് വിജയ്ക്ക് മുന്നിലുള്ള ഏക മാർഗം. എന്താണെങ്കിലും വിജയുടെ ഈ 50ാം പിറന്നാൾ ദിനത്തിൽ വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തന്നെയാണ് തമിഴ്നാടും മുൻ രാഷ്ട്രീയ പാർട്ടികളും, മുൻപന്തിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പ്രവർത്തകരും സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവരും ഉറ്റുനോക്കുന്നത്. ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ ഏറ്റിരിക്കുന്ന 2 ചിത്രങ്ങളെല്ലാം വിജയ് പൂർത്തീകരിക്കും. അതിനുശേഷം സ്വതന്ത്രമായി അല്ലെങ്കിൽ ഫുൾ ടൈം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയാണ് വിജയുടെ ലക്ഷ്യം. അത് എങ്ങനെയായിരിക്കും ഒരു നടൻ എന്നതിലുപരി, അല്ലെങ്കിൽ തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഒക്കെ ഇളയ ദളപതി എങ്ങനെയായിരിക്കും ഒരു രാഷ്ട്രീയക്കാരനാവുക എന്നത് ഉറ്റുനോക്കുകയാണ് ഇന്ന് ജനങ്ങളും.